നമസ്കാരം. യോഗ അപ്രീസിയേഷൻ പ്രോഗ്രാമിന്റെ 9-ാം ദിവസത്തെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. യോഗാഭ്യാസത്തിന്റെ ആരംഭം നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. അപ്പോൾ വരൂ, പ്രാർത്ഥനയ്ക്കായി ഏറ്റവും ആദ്യം നമുക്ക് ഏതെങ്കിലും സൗകര്യപ്രദവും ധ്യാനാത്മകവുമായ അവസ്ഥയിൽ ഇരിക്കാം. നിങ്ങളുടെ കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. കൈകൾ രണ്ടും നമസ്കാരം മുദ്രയിൽ പിടിക്കുക. ദീർഘമായ ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഓം ഉച്ചാരണം നടത്താം. ഇനി എല്ലാവരും ചേർന്ന് പ്രാർത്ഥന ആരംഭിക്കാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഇനി സാവധാനം 2 കൈപ്പത്തികളും കണ്ണിനു മുകളിൽ വയ്ക്കുക. കൈകൾ മാറ്റുക, കണ്ണുകൾ തുറക്കുക. ഒരിക്കൽ കൂടി ഇന്നത്തെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഏറ്റവും ആദ്യം ചലനക്രിയകൾ അഭ്യസിക്കാം. ചലനക്രിയകൾ അഭ്യസിക്കാൻ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ എഴുന്നേറ്റ് നിൽക്കുക. ചലനക്രിയയുടെ അഭ്യാസം ശരീരത്തിൽ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ കാലുകൾ തമ്മിൽ 2 ഇഞ്ച് ദൂരം പാലിക്കുക. കൈകൾ ശരീരത്തിന്റെ വശങ്ങളിൽ, കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. നിങ്ങളുടെ ശരീരം നിശ്ചലമാക്കുക. ശരീരത്തിൽ നിശ്ചലത അനുഭവിച്ചറിയുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം നിങ്ങളുടെ 2 കാലുകളിലും സമാനമായ രീതിയിൽ വയ്ക്കുക. അനുഭവിക്കുക. കണ്ണുകൾ പതുക്കെ തുറക്കുക. ഏറ്റവും ആദ്യം നമ്മൾ ഗ്രീവാചലനത്തിന്റെ വ്യായാമങ്ങൾ അഭ്യസിക്കുന്നതാണ്. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും വളയ്ക്കുന്ന വ്യായാമം. അപ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ ആദ്യം ഇടുപ്പിന്മേൽ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് മുന്നോട്ട് വളയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്കും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്കും. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് സാധാരണ സ്ഥിതിയിലേക്ക് പതുക്കെ കൊണ്ടുവരിക. ഇനി കഴുത്ത് വലത്തേക്കും ഇടത്തേക്കും ചെരിക്കുന്ന വ്യായാമം ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് വലത്തേക്ക് ചെരിക്കുക. വലത്തെ ചെവി വലത് തോളിനടുത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യസ്ഥാനത്തേക്ക് കഴുത്ത് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടത്തേക്ക് ചെരിക്കുക. വലതുവശത്ത് വലിവ് അനുഭവപ്പെട്ടേക്കാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തിരികെ. വീണ്ടും ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് കഴുത്ത് വലത്തേക്ക് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തിരിച്ചുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടത്തേക്ക് ചരിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് പതുക്കെ മധ്യസ്ഥാനത്തേക്ക് തിരികെ വരിക. ഇനി
വലത്തേക്കും ഇടത്തേക്കും തിരിക്കുന്ന വ്യായാമമാണ് ചെയ്യാൻ പോകുന്നത്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വലത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മധ്യസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തേക്ക് തിരിയുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ താടി തോളിനു മുകളിൽ ആയിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മധ്യസ്ഥാനത്ത് തിരികെ വരിക. ഇനി കഴുത്ത് വട്ടത്തിൽ കറക്കുന്ന വ്യായാമം ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് കുനിക്കുക. താടി നെഞ്ചിൽ മുട്ടിച്ച് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് ഘടികാരദിശയിൽ സാവധാനം കറക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക് വരിക. ഇനി ഘടികാരത്തിന്റെ വിപരീത ദിശയിൽ കഴുത്ത് കറക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് പിന്നിലേക്ക്. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ഒരിക്കൽ കൂടി ഘടികാരദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കഴുത്ത് കറക്കുക. ശ്വാസം എടുത്തുകൊണ്ട്. ഇനി ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക് കൊണ്ടുവരിക. വിപരീത ദിശയിൽ ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് കൊണ്ടുപോകുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക് വരിക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് മധ്യസ്ഥാനത്ത് കൊണ്ടുവരിക. കൈകൾ താഴേക്ക് ഇടുക. കണ്ണുകൾ അടയ്ക്കുക. ഇനി നിശ്ചലത അനുഭവിച്ചറിയുക. കണ്ണുകൾ പതുക്കെ തുറക്കുക. ഇനി നമ്മൾ സ്കന്ധചലനക്രിയ അഭ്യസിക്കുന്നതാണ്. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും സാവധാനം മുകളിലേക്ക് ഉയർത്തുക. ശ്രദ്ധിക്കുക, കൈപ്പത്തികൾ പുറത്തേക്ക് തുറന്നിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം കൈകൾ താഴ്ത്തുക. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. ഇനി ശ്വാസം വിട്ട് താഴേക്ക്. സാവധാനം തിരികെ. ഇനി സ്കന്ധചക്രക്രിയ അഭ്യസിക്കാം. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും തോളിന് സമമായി ഉയർത്തുക. കൈപ്പത്തികൾ തിരിക്കുക. നിങ്ങളുടെ കൈവിരലുകൾ 2 തോളുകളിന്മേലും വയ്ക്കുക. കൈമുട്ടുകൾ മുന്നിൽ ചേർത്ത് പിടിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് തോളുകൾ മുന്നിലേക്ക് ഉയർത്തുക. ഒപ്പം കൈകളും മുകളിലേക്ക് ഉയർത്തുക. മുഴുവനായും പിന്നിലേക്ക് കറക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. മുന്നിൽ കൈമുട്ടുകൾ ചേർത്ത് പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വീണ്ടും കൊണ്ടുപോകുക. പൂർണ്ണമായും പിന്നിലേക്ക് കൊണ്ടുപോയി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. വ്യായാമം ആവർത്തിക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുഴുവനായും പിന്നിലേക്ക് കറക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. കൈമുട്ടുകൾ തമ്മിൽ ചേർക്കുക മുന്നിൽ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. ഇനി സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുകൾ പരസ്പരം മുട്ടിക്കുക. ഇനി കൈകൾ തുറക്കാം. മുട്ടുകൾ നേരെയാക്കുക. കൈപ്പത്തികൾ തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴെയിടുക. കണ്ണുകൾ അടയ്ക്കുക. ഇനി
ഈ വ്യായാമത്തിന്റെ പ്രഭാവം ശരീരത്തിൽ അനുഭവിച്ചറിയുക. ശ്രദ്ധിക്കുക, ഫ്രോസൺ ഷോൾഡറിന്റെ അസുഖമുള്ളവർ ഈ വ്യായാമം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. കണ്ണുകൾ പതുക്കെ തുറക്കുക. ഇനി നമ്മൾ കട്ടി ചലനക്രിയകൾ അഭ്യസിക്കുന്നതാണ്. കാലുകൾ തമ്മിൽ തോളുകൾ തമ്മിലുള്ള ദൂരം പാലിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും തോളിന് സമമായി ഉയർത്തുക. മുൻവശത്തുകൂടി. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പ് വലത്തേക്ക് തിരിക്കുക. വലത് കൈ നേരെ വയ്ക്കുക. ഇടതു കൈമുട്ട് മടക്കുക. നിങ്ങളുടെ കൈയിലെ തള്ളവിരലിലേക്ക് നോക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മധ്യസ്ഥാനത്തേക്ക് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തേക്ക് തിരിയുക. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തേക്ക്. വലിവ് തോന്നിയേക്കാം. ശ്വാസമെടുത്ത് തിരിച്ച്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴെയിടുക. കാലുകൾ തമ്മിൽ ചേർക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇനി ഈ വ്യായാമത്തിന്റെ പ്രഭാവം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടിന്റെ ചലനക്രിയ അഭ്യാസമാണ്. കണ്ണുകൾ തുറക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ കാലുകൾ തമ്മിൽ തോളുകൾ തമ്മിലുള്ള ദൂരം വരുത്തുക. ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും 2 കൈകളും തോളുകൾക്ക് സമാന്തരമായി ഉയർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം മുട്ടുകൾ മടക്കുകയും ഒരു കസേരയിലിരിക്കുന്നതുപോലെയും ഇരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച്. ഒരിക്കൽ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാൽമുട്ടുകൾ കാൽപാദങ്ങൾക്ക് മുന്നിലേക്ക് വരരുത്. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വീണ്ടും താഴേക്കിടുക. കാലുകൾ തമ്മിൽ ചേർക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ വ്യായാമത്തിന്റെ പ്രഭാവം ശരീരത്തിൽ അനുഭവിച്ചറിയുക. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓസ്റ്റിയോ അത്രൈറ്റിസിന്റെ പ്രശ്നമുണ്ടെങ്കിൽ ഈ വ്യായാമം ചെയ്യാതിരിക്കുക. സാവധാനം കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആസനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ശരീരം വലത്തേക്ക് തിരിക്കുക. കാലുകൾ തമ്മിൽ 2 ഇഞ്ച് അകലം. നിവർന്ന് നിൽക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ രണ്ടും തോളുകൾക്ക് സമാനമായി ഉയർത്തുക. നിങ്ങളുടെ കൈവിരലുകൾ പരസ്പരം ഇന്റർലേസ് ചെയ്യുക. കൈകൾ പുറത്തേക്ക് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ടുകൾ ചെവിക്കടുത്ത്. ശരീരം നേരെയാക്കുക. ഇനി പതുക്കെ ഉപ്പൂറ്റി ഉയർത്തുകയും കാൽ വിരലുകളിൽ ഉയർന്ന് നിൽക്കുകയും ചെയ്യുക. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. ശ്വാസം പുറത്തേക്ക് വിട്ട് പതുക്കെ ഉപ്പൂറ്റികൾ താഴ്ത്തുക. ഇനി കൈകളും സാവധാനം താഴ്ത്തുക. കൈകൾ തിരിക്കുക. ഇനി സാവധാനം താഴേക്കിടുക. കണ്ണുകൾ അടയ്ക്കുക.
ഈ ആസനം ചെയ്തതിലൂടെ ശരീരത്തിലുണ്ടായ പ്രഭാവം അനുഭവിച്ചറിയുക. ശരീരത്തിൽ അനുഭവിച്ച് അറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ അടുത്ത അഭ്യാസം വൃക്ഷാസനം ചെയ്യുന്നതാണ്. മുന്നിലേക്ക് തിരിയുക. വൃക്ഷാസനത്തിനായി നിങ്ങളുടെ വലത് മുട്ട് മടക്കുകയും നിങ്ങളുടെ വലത് കാൽപ്പത്തി കൈകളുടെ സഹായത്തോടെ ഇടത് കാലിന്റെ തുടയിൽ വയ്ക്കുകയും ചെയ്യുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തോളിന് സമമായി ഉയർത്തുക. കൈപ്പത്തികൾ തിരിക്കുക. 2 കൈകളും മുകളിലേക്ക് ഉയർത്തി നമസ്കാരം മുദ്രയിൽ പരസ്പരം ചേർത്ത് പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം തിരികെ വരിക. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഇനി സാവധാനം കാലുകൾ പൂർവ്വസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഈ വ്യായാമം മറുവശത്തുകൂടി ആവർത്തിക്കുക. ഇടത് കാൽമുട്ട് മടക്കുക. ഇടത് കാൽപ്പത്തിയുടെ ഉപ്പൂറ്റി വലത് കാലിന്റെ തുടയുടെ ആരംഭത്തിൽ വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി നമസ്കാരം മുദ്രയിൽ ചേർത്ത് പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ബിന്ദുവിൽ നോക്കിക്കൊണ്ടിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം കൈകൾ താഴ്ത്തുക. കാലുകളും പഴയ സ്ഥാനത്ത് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. ശരീരത്തിൽ നിശ്ചലത അനുഭവിക്കുക. ഈ ആസനം നാഡീവ്യൂഹത്തിന്റെ മാംസപേശികളെ ഏകോപിക്കാൻ സഹായിക്കുന്നു. സാവധാനം കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ പാദഹസ്താസനം അഭ്യസിക്കാൻ പോവുകയാണ്. ശരീരം വലത്തേക്ക് തിരിക്കുക. കാലുകൾ തമ്മിൽ 2 തൊട്ട് 3 ഇഞ്ച് ദൂരം പാലിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും സാവധാനം മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് വരെയുള്ള ഭാഗം മുന്നിലേക്ക് വളയ്ക്കുക. നടുവിന്റെ താഴ്ഭാഗം വരെ മുന്നിലേക്ക് വളയ്ക്കുക. കൈപ്പത്തികൾ നിലത്ത് വയ്ക്കുക. 2 കൈകളും പാദങ്ങൾക്ക് ഇരുവശവും വയ്ക്കുക. നിങ്ങളുടെ കഴുത്ത് കുനിക്കാൻ ശ്രമിക്കുക. അതേസമയം തന്നെ ആസനത്തിൽ തുടരുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ശരീരത്തിനൊപ്പം ഉയർത്തുക. ഇനി ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് സാവധാനം വശങ്ങളിലൂടെ കൈകൾ താഴ്ത്തുക. ഇനി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇനി ഈ ആസനത്തിലൂടെ ശരീരത്തിലുണ്ടായ മാറ്റം അനുഭവിച്ചറിയുക. പാദഹസ്താസനം നിങ്ങളുടെ ഇടുപ്പിലെ മാംസപേശികളിൽ ഒരു പിടുത്തമുണ്ടാക്കുന്നു. നിങ്ങളുടെ വയറിലെ മാംസപേശികളിലും ആന്തരികമായ മസാജ് ചെയ്യുന്നു. ഒപ്പം നിങ്ങളുടെ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, നടുവേദന ഉള്ളവർ
ഈ വ്യായാമം സൂക്ഷിച്ചു ചെയ്യണം. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധചക്രാസനമാണ്. നിങ്ങളുടെ കൈകൾ ഇടുപ്പിൽ വയ്ക്കുക. രണ്ട് കൈമുട്ടുകളും സമാന്തരമായി വയ്ക്കുക. രണ്ട് തോളുകളും പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ്സും നടുവും പിന്നിലേക്ക് വളയ്ക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിടുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കൈകൾ പൂർവ്വസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. നിശ്ചലത അനുഭവിച്ചറിയുക. ഈ ആസനം നിങ്ങളുടെ ശ്വസനക്ഷമത വർദ്ധിപ്പിക്കുന്നു, ഒപ്പം നിങ്ങളുടെ നടുവേദന നിയന്ത്രിക്കാനും സഹായകരമാണ്. കണ്ണുകൾ സാവധാനം തുറക്കുക. ഇനി നമ്മൾ ത്രികോണാസനം അഭ്യസിക്കുന്നതാണ്. മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുക. രണ്ട് കാലുകളും തമ്മിൽ 3 തൊട്ട് 4 ഫീറ്റ് അകലം വരുത്തുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും തോളിന് സമമായി ഉയർത്തിക്കൊണ്ടുവരിക. വലത് കാൽപാദം വലത്തേക്ക് തിരിച്ചു വയ്ക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് കുനിയുക. വലത് കൈ വലത് കാലിന് പിന്നിൽ വയ്ക്കുക. ശിരസ് മുകളിലേക്ക് തിരിക്കുക. നടുവിരലിലേക്ക് നോക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് തിരികെ വരിക. വലത് കാൽപാദം നേരെ വയ്ക്കുക. ഇനി ഇടത് കാൽപാദം ഇടത്തേക്ക് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ഇടത്തേക്ക് കുനിയുക. ഇടത് കൈ ഇടത് കാൽപാദത്തിന് പിന്നിൽ വയ്ക്കുക. നിങ്ങളുടെ കഴുത്ത് തിരിക്കുക. എന്നിട്ട് നടുവിരലിലേക്ക് നോക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. സാവധാനം ശ്വാസമെടുത്ത് തിരികെ വരിക. വലത് കാൽപാദം തിരിക്കുക. കാലുകൾ തമ്മിൽ ചേർക്കുക. കൈകളും താഴ്ത്തിയിടുക. കണ്ണുകൾ അടയ്ക്കാം. ഈ ആസനത്തിലൂടെ ശരീരത്തിലുണ്ടായ പ്രഭാവം അനുഭവിച്ചറിയുക. ത്രികോണാസനം നിങ്ങളുടെ ഇടുപ്പ്, തുടകൾ, തോളുകൾ എന്നിവയിലെ മാംസപേശികളെ ബലമുള്ളതാക്കുന്നു. സാവധാനം കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങൾ ചെയ്യുന്നതാണ്. അതിനായി നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. ഏറ്റവും ആദ്യം വിശ്രാമാസനത്തിന്റെ അഭ്യാസം. രണ്ട് കാലുകളും തമ്മിൽ കുറച്ച് ഇഞ്ചുകളുടെ ദൂരം പാലിക്കുക. നിങ്ങളുടെ കൈകൾ ശരീരത്തിന്റെ പിറകിൽ വയ്ക്കുക. വിരലുകളുടെ ദിശ ശരീരത്തിന് വിപരീതമായിരിക്കണം. കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. കൈമുട്ടുകൾ ചെറുതായി വളയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇതാണ് വിശ്രാമാസനം. വിശ്രാമാസനം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ശാന്തി പ്രദാനം ചെയ്യുന്നു. ഇനി നമ്മൾ ദണ്ഡാസനം ചെയ്യുന്നതാണ്. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക. കഴുത്ത് നേരെയാക്കുക. കൈകൾ നിതംബത്തിനരികിൽ വയ്ക്കുക. നട്ടില് നേരെയാക്കുക.
ഇതാണ് ദണ്ഡാസനത്തിന്റെ അഭ്യാസം. ഇനി നമ്മൾ ഭദ്രാസനം ചെയ്യുന്നതാണ്. ഭദ്രാസനത്തിനായി നമ്മൾ കാൽപാദങ്ങൾ തിരിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് വയ്ക്കേണ്ടതാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽപാദങ്ങളിൽ പിടിക്കുക, കൈവിരലുകൾ കോർക്കുക. ഇനി ഉപ്പൂറ്റികൾ ശരീരത്തിലേക്ക് അടുപ്പിക്കുക, നട്ടില് നേരെയാക്കുക. നിങ്ങളുടെ മുട്ടുകൾ തറയിൽ മുട്ടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, കഴിയുന്നത്രയും. ഈ ആസനം സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഈ ആസുകൾ മുട്ടുകൾ, അരക്കെട്ട് എന്നിവയുടെ സന്ധികളെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, മുട്ടുകൾക്ക് പ്രശ്നമുള്ളവർ ഈ ആസനം ചെയ്യരുത്. ഇനി സാവധാനം ദണ്ഡാസനത്തിന്റെ അവസ്ഥയിലേക്ക് വരിക. അടുത്ത അഭ്യാസം വജ്രാസനമാണ്. കാലുകൾ മടക്കി ഉപ്പൂറ്റുകളിന്മേൽ ഇരിക്കുക. ശ്രദ്ധിക്കുക, 2 തള്ളവിരലുകളും പരസ്പരം ചേർന്നിരിക്കണം. ഉപ്പൂറ്റുകൾ തമ്മിൽ അകലമുണ്ടായിരിക്കണം. ഇനി സാവധാനം 2 കൈകളും മുട്ടുകളിന്മേൽ വയ്ക്കുക. മുട്ടുകൾ ചേർന്നിരിക്കണം. ഇടുപ്പും കഴുത്തും നേരെ വയ്ക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ഇതാണ് വജ്രാസനത്തിന്റെ അഭ്യാസം. ഇത് നമ്മുടെ ദഹനപ്രക്രിയയ്ക്ക് വളരെ ഗുണകരമാണ്. ഒപ്പം ഇത് കാലുകളുടെ മാംസപേശികൾക്കും കൂടുതൽ ബലം നൽകുന്നു. നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പ്രശ്നമുണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. സാവധാനം തിരികെ വരിക. കണ്ണുകൾ തുറക്കുക. അടുത്ത ആസനം. ഇനി നമ്മൾ ഉഷ്ട്രാസനം അഭ്യസിക്കുന്നതാണ്. ഉഷ്ട്രാസനം അഭ്യസിക്കുന്നതിനായി മുട്ടിന്മേൽ എഴുന്നേറ്റ് നിൽക്കുക. മുട്ടുകൾ തമ്മിൽ കുറച്ച് ഇഞ്ച് ദൂരം പാലിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് സാവധാനം പിറകിലേക്ക് വളയുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈ വലത് ഉപ്പൂറ്റിയിലും ഇടത് കൈ ഇടത് ഉപ്പൂറ്റിയിന്മേലും വയ്ക്കുക. അതേസമയം തന്നെ കഴുത്ത് പിറകിലേക്ക് വളയ്ക്കുക. നിങ്ങളുടെ മുട്ടുകൾ, തുടകൾ, നിതംബം എന്നിവ ടൈറ്റ് ചെയ്ത് പിടിക്കുക. നെഞ്ച് മുകളിലേക്ക് ഉയർത്തുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും വജ്രാസനത്തിലേക്ക് തിരികെ വരിക. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് വിശ്രമിക്കുക. ഈ ആസനം ഇടുപ്പിലെ മാംസപേശികൾ ബലപ്പെടുത്തുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ആസനം ശശകാസനമാണ്. കണ്ണുകൾ തുറക്കുക. 2 കാൽമുട്ടുകളും തമ്മിൽ കുറച്ച് ഇഞ്ച് ദൂരം പാലിക്കുക. രണ്ട് കൈപ്പത്തികളും കാൽമുട്ടുകൾക്ക് നടുവിൽ വയ്ക്കുക. ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് നിതംബം ഉയർത്താതെ ശരീരം വളരെ സാവധാനം മുന്നോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ താടിയും നെഞ്ചും നിലത്ത് തൊട്ടിരിക്കണം. ഇനി സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക.
ഈ ആസനം ടെൻഷനും ഭയവും കുറയ്ക്കുന്നു. ദേഷ്യ നിയന്ത്രണത്തിനും സഹായകരമാണ്. ശ്വാസമെടുത്തുകൊണ്ട് സാവധാനം വജ്രാസനത്തിലേക്ക് വരിക. കണ്ണുകൾ അടയ്ക്കുക. ഇനി വിശ്രമിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മുട്ടുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടുവിന് വേദനയുണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. അടുത്ത അഭ്യാസം ഉത്താൻ മണ്ഡൂകാസനമാണ്. മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുക. രണ്ട് കാൽമുട്ടുകളും പരസ്പരം അകത്തുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തുക. നിങ്ങളുടെ ശിരസിന് പിന്നിൽ കൈകൾ മടക്കി കൈപ്പത്തികൾ വിപരീത തോളുകളിൽ വയ്ക്കുക. ശ്രദ്ധിക്കുക, കൈമുട്ടുകൾ ചെവിയോട് ചേർന്നിരിക്കണം. നട്ടെല്ലും കഴുത്തും നേരെ വയ്ക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. ഈ ആസനം പുറം വേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും വളരെ നല്ലതാണ്. ഇനി സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ കാൽമുട്ടുകളിൽ വയ്ക്കുക. രണ്ട് കാൽമുട്ടുകളും ചേർത്ത് വയ്ക്കുക. പൂർവ്വസ്ഥിതിയിൽ വജ്രാസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ അടച്ച് വിശ്രമിക്കുക. അടുത്ത അഭ്യാസം വക്രാസനമാണ്. സാവധാനം കണ്ണുകൾ തുറക്കുക. വക്രാസനം അഭ്യസിക്കാൻ കാലുകൾ മുന്നിലേക്ക് നിവർത്തി നീട്ടിവച്ച് ദണ്ഡാസനത്തിൽ ഇരിക്കുക. ഇനി സാവധാനം നിങ്ങളുടെ വലതുകാൽ മടക്കി ഇടതു കാൽമുട്ടിനടുത്ത് വയ്ക്കുക. ഇനി നിങ്ങളുടെ വലത് കൈപ്പത്തി പിന്നിലേക്ക് വയ്ക്കുക. കൈവിരലുകൾ ശരീരത്തിന് വിപരീത ദിശയിൽ. ഇനി നിങ്ങളുടെ ഇടതു കൈ വലത് കാൽമുട്ടിന് മുകളിലൂടെ കൊണ്ടുപോയി വലത് കാൽപാദത്തിന് അടുത്ത് വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ്സും ശരീരവും പുറകിലേക്ക് തിരിക്കുക. ശ്രദ്ധിക്കുക, നട്ടെല്ല് നേരെയായിരിക്കണം. നടുവ് മുകളിലേക്ക് വലിച്ചു പിടിക്കുക. തോളുകൾ നേരെയായിരിക്കണം. ഈ ആസനം നട്ടെല്ലിനെ വഴക്കമുള്ളതാക്കുന്നു. ഒപ്പം പ്രമേഹം നിയന്ത്രിക്കാൻ സഹായകരമാണ്. ശ്വാസമെടുത്തുകൊണ്ട് സാവധാനം തിരികെ വരിക. കഴുത്ത് തിരിക്കുക. മുട്ടുകൾ നേരെയാക്കുക. ഇനി ഈ ആസനം ഇടതുവശത്തും ആവർത്തിക്കുക. പതുക്കെ ഇടതു കാൽമുട്ട് മടക്കുക. എന്നിട്ട് ഇടത് കാൽപാദം വലത് കാൽമുട്ടിനടുത്ത് വയ്ക്കുക. ഇടത് കൈ പിന്നിലേക്ക് കൊണ്ടുപോകുക. നട്ടെല്ലിനടുത്ത് വയ്ക്കുക. ഇനി വലത് കൈ ഇടത് കാൽമുട്ടിന് മുകളിലൂടെ എടുത്ത് ഇടത് കാൽപാദത്തിനടുത്ത് വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ്സും ശരീരവും പിറകിലേക്ക് തിരിക്കുക.
നട്ടെല്ല് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കുറച്ചു സമയം സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. ശ്വാസമെടുത്തുകൊണ്ട് സാവധാനം തിരികെ വരിക. കഴുത്ത് തിരിക്കുക. വലത് കൈ തിരികെ കൊണ്ടുവരിക. ഇടത് കാൽമുട്ട് നേരെ വയ്ക്കുക. കൈകൾ രണ്ടും താഴേക്കിടുക. വിശ്രാമാസനത്തിന്റെ അവസ്ഥയിൽ വിശ്രമിക്കുക. കണ്ണുകൾ അടയ്ക്കുക. കുറച്ചു സമയം വിശ്രമിക്കുക. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി കമിഴ്ന്ന് കിടന്ന് ചെയ്യാവുന്ന ആസനങ്ങളാണ് നമ്മൾ അഭ്യസിക്കുന്നത്. ഇതിനായി കമിഴ്ന്ന് കിടക്കുക. രണ്ട് കാലുകളും തമ്മിൽ കുറച്ച് ഇഞ്ചുകളുടെ ദൂരം പാലിക്കുക. ശ്രദ്ധിക്കുക, ഉപ്പൂറ്റുകൾ ഉള്ളിലേക്കും പാദങ്ങൾ പുറത്തേക്കുമായിരിക്കണം. രണ്ട് കൈകളും മടക്കി ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി വയ്ക്കുക. ഇനി നിങ്ങളുടെ ശിരസ്സും അതിനു മുകളിൽ വയ്ക്കുക. ഇനി കഴുത്ത് ഇടത്തേക്കോ വലത്തേക്കോ തിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇനി മകരാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനം ശരീരത്തിനും മനസ്സിനും വിശ്രാന്തി നൽകുന്നു. ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായകരമാണ്. ഇനി നമ്മൾ ഭുജംഗാസനമാണ് അഭ്യസിക്കുന്നത്. ഭുജംഗാസനം അഭ്യസിക്കുന്നതിനായി പതുക്കെ കാലുകൾ തമ്മിൽ ചേർക്കുക. നിങ്ങളുടെ കാൽപാദങ്ങൾ ചേർന്നിരിക്കണം. കാൽമുട്ടും പാദങ്ങളും ചേർന്നിരിക്കണം. ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈമുട്ടുകളും മുന്നിലേക്ക് നീട്ടി നിവർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ മടക്കി കൈപ്പത്തി നെഞ്ചിനിരുവശത്തും വയ്ക്കുക. ഇനി സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ താടിയും നെഞ്ചും നാഭി വരെയും നിലത്തുനിന്ന് ഉയർത്തുക. സാവധാനം ഉയർത്തുക. ശ്രദ്ധിക്കുക, കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. ഇനി സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് വരിക. ഇനി മകരാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനം ശ്വസനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വയറ്റിലെ കൊഴുപ്പ് ഇല്ലാതാക്കുന്നു. കഫത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യുന്നു. ഒപ്പം നടുവേദന നിയന്ത്രിക്കാനും സഹായകരമാണ്. അടുത്ത ആസനം ശലഭാസനമാണ്. ശലഭാസനം അഭ്യസിക്കാൻ വീണ്ടും കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും മുന്നിലേക്ക് നീട്ടി നിവർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ തുടകൾക്കരികിൽ വയ്ക്കുക. രണ്ട് കൈപ്പത്തികളും തറയ്ക്ക് അഭിമുഖമായി വയ്ക്കുക. താടി നിലത്ത് മുട്ടിയിരിക്കണം. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കാൽമുട്ടുകൾ മടക്കാതെ രണ്ടു കാലുകളും മുകളിലേക്ക് ഉയർത്തുക.
സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരാൻ ശ്രമിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം 2 കാലുകളും താഴേക്ക് കൊണ്ടുവരിക. ഇനി മകരാസനത്തിൽ വീണ്ടും വിശ്രമിക്കുക. ഈ ആസനം സിയാറ്റിക്ക, പുറം വേദന എന്നിവ നിയന്ത്രിക്കാൻ സഹായകരമാണ്. ശ്രദ്ധിക്കുക, ഹൃദ്രോഗമുള്ളവരും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും ഈ ആസനം ചെയ്യരുത്. ഇനി നമ്മൾ മലർന്നു കിടന്ന് ചെയ്യാവുന്ന ആസനങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇനി ഇടത്തേക്കോ വലത്തേക്കോ തിരിഞ്ഞ് മലർന്നു കിടക്കുക. കുറച്ചു നേരത്തേക്ക് വിശ്രമിക്കുക. ഇനി നമ്മൾ സേതുബന്ദ് ആസനമാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, കഴുത്തുവേദനയുള്ളവർ ഈ ആസനം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. പതുക്കെ 2 കാൽമുട്ടുകളും മടക്കിക്കൊണ്ട് നിങ്ങളുടെ ഉപ്പൂറ്റുകൾ നിതംബത്തിനരികിലേക്ക് കൊണ്ടുവരിക. ഇനി കൈകൾ കൊണ്ട് കാലുകളുടെ ആങ്കിൾസിൽ പിടിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് സാവധാനം നിതംബവും ഇടുപ്പും മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ഒരു പാലത്തിന്റെ ആകൃതി ഉണ്ടാക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉപ്പൂറ്റിയും തോളും നിലത്ത് തൊട്ടിരിക്കണം. അവ ഉയർത്തരുത്. നിങ്ങളുടെ നെഞ്ചിൻകൂട് കഴുത്തിന് അടുത്തായിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് വരിക. ഇനി നിവർന്നു കിടന്ന് വിശ്രമിക്കുക. ഈ ആസനം ഡിപ്രഷൻ കുറയ്ക്കാൻ വളരെ സഹായകരമാണ്. ഒപ്പം പുറം വേദനയ്ക്കും സഹായകരമാണ്. ഇനി സാവധാനം തുറക്കുക. ഉത്താൻ പാദാസനം അഭ്യസിക്കാം. 2 കാലുകളും തമ്മിൽ ചേർക്കുക. കൈകൾ രണ്ടും നിവർത്തി ശരീരത്തിനടുത്ത് വയ്ക്കുക. 2 കൈപ്പത്തികളും നിലത്ത് ചേർത്ത് വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കാലുകളും സാവധാനം ഉയർത്തുക. എന്നിട്ട് 30 തൊട്ട് 40 ഡിഗ്രിയുള്ള കോൺ ഉണ്ടാക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ഇനി ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് സാവധാനം 2 കാലുകളും താഴ്ത്തുക. എന്നിട്ട് വിശ്രമിക്കുക. ഈ ആസനം ശ്വസനക്ഷമത മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായകരമാണ്. ശ്രദ്ധിക്കുക, നടുവേദന അനുഭവപ്പെടുന്നവർ ഈ ആസനം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത ആസനം അർദ്ധഹാലാസനമാണ്. അർദ്ധഹാലാസനത്തിനായി 2 കാലുകളും ചേർത്ത് വയ്ക്കുക. കൈകൾ രണ്ടും ശരീരത്തിനടുത്ത് നിവർത്തിവയ്ക്കുക.
ഇനി ശ്വാസമെടുത്തുകൊണ്ട് മുട്ടുകൾ മടക്കാതെ സാവധാനം കാലുകൾ ഉയർത്തുക. 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുക. ശ്രദ്ധിക്കുക, നിതംബം തൊട്ട് തോൾ വരെ ശരീരം നേരെയായിരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവർ കൈകളുടെ സഹായം തേടാവുന്നതാണ്. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം 2 കാലുകളും താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. ഈ ആസനം ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം 140/90 കൂടുതലാണെങ്കിൽ ഈ ആസനം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നടുവുവേദനയുണ്ടെങ്കിൽ 2 കാലുകളും ഒരുമിച്ച് ഉയർത്താൻ പാടില്ല. ഒരു കാൽ ഉയർത്തിക്കൊണ്ട് ഈ ആസനം ചെയ്യാവുന്നതാണ്. അടുത്ത ആസനത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത അഭ്യാസം പവൻ മുക്താസനമാണ്. കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ഇനി നിങ്ങളുടെ കാൽമുട്ടുകൾ മടക്കി തുടകൾ നെഞ്ചിനടുത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈവിരലുകൾ പരസ്പരം കോർത്തുകൊണ്ട് കാലുകൾ ചേർത്തു പിടിക്കുക. കാൽമുട്ടുകൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക. ഇനി ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് ശിരസ് മുകളിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ താടി കാൽമുട്ടുകൾക്കിടയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക, കഴുത്തുവേദനയുള്ള ആളുകൾ കഴുത്ത് ഉയർത്താതിരിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടരുക. ഇനി ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് ശിരസും കാലുകളും തിരികെ കൊണ്ടുവരിക. ഇനി വിശ്രമിക്കാം. ഈ ആസനം ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താൻ സഹായകരമാണ്. ഇനി നമ്മൾ ശവാസനം ചെയ്യാൻ പോവുകയാണ്. 2 കാലുകളും തമ്മിൽ ഉചിതമായ അകലം പാലിക്കുക. കൈപ്പത്തികൾ ആകാശത്തിന് അഭിമുഖമായി വയ്ക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ആഴമുള്ള ദീർഘശ്വാസമെടുക്കുക. പതുക്കെ പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ആഴമുള്ള ദീർഘശ്വാസമെടുക്കുക. ഇനി പുറത്തേക്ക് വിടുക. ശ്രദ്ധിക്കുക, ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ നിങ്ങളുടെ വയർ ഉയരുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ താഴുകയും ചെയ്യേണ്ടതാണ്. ശ്വാസമെടുക്കുമ്പോൾ വയർ ഉയരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ താഴുന്നു. ശരീരം തീർത്തും നിശ്ചലം, മനസ്സ് ശാന്തം. ശരീരത്തിന്റെ ഓരോ അവയവത്തെക്കുറിച്ചും ജാഗ്രതയുള്ളവരായിരിക്കുക. ഇനി നിശ്ചലരാവുക. ഈ ആസനം ഉത്കണ്ഠയും പിരിമുറുക്കവും കുറയ്ക്കാൻ സഹായകരമാണ്. ഇനി സാവധാനം വലത്തേക്കോ ഇടത്തേക്കോ തിരിഞ്ഞുകിടക്കുക. കുറച്ചു സമയം ഈ അവസ്ഥയിൽ തുടരുക. ഇനി കൈകളുടെ സഹായത്തോടെ എഴുന്നേറ്റ് ഇരിക്കുക.
ഏതെങ്കിലും ധ്യാന അവസ്ഥയിൽ ഇരിക്കാം. ഇനി നമ്മൾ കപാൽഭാതി അഭ്യസിക്കുന്നതാണ്. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. നട്ടെല്ലും കഴുത്തും നേരെ വച്ചിരിക്കുക. എന്നിട്ട് കൈവിരലുകൾ ധ്യാനമുദ്രയിൽ പിടിക്കുക. കൈകൾ കാൽമുട്ടുകളിന്മേൽ വയ്ക്കുക. കപാൽഭാതിയുടെ ആദ്യ ചക്രം 20 ആവർത്തനത്തോടെ ആരംഭിക്കാം. ആഴമുള്ള ദീർഘശ്വാസമെടുക്കുക. ഇനി ഉദരത്തിലെ മാംസപേശികളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ശ്വാസം വിടുക. അഭ്യാസം ആരംഭിക്കാം. ഇനി വിശ്രമാവസ്ഥയിലായിരിക്കുക. ശാന്തത അനുഭവിക്കുക. കപാൽഭാതിയുടെ രണ്ടാം ചക്രം ആരംഭിക്കാം. ആരംഭിക്കുക. ഇനി വിശ്രമിക്കുക. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ചക്രം ആരംഭിക്കാം. അഭ്യാസം ആരംഭിക്കുക. ഇനി വിശ്രമിക്കുക. കപാൽഭാതി ശ്വസന അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കഫക്കെട്ട് മാറ്റാനും സഹായിക്കുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹെർണിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആസനം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വയറിൽ സർജറി ഈ അടുത്ത് നടന്നെങ്കിൽ നിങ്ങളും ഈ അഭ്യാസം ചെയ്യരുത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടന്ന മാറ്റം അനുഭവിച്ചറിയുക. നിങ്ങളുടെ ശ്വസനത്തിൽ ഉണ്ടായ മാറ്റം അനുഭവിച്ചറിയുക. ഇനി നമ്മൾ നാഡീശോധന പ്രാണായാമം അഭ്യസിക്കുന്നതാണ്. നാഡീശോധനത്തിന്റെ അർത്ഥമാണ് നാഡിയുടെ ശുദ്ധി. ഈ പ്രാണായാമം നാഡികൾ ശുദ്ധീകരിക്കാൻ സഹായകരമാണ്. ഈ പ്രാണായാമത്തിന്റെ അഭ്യാസം എല്ലാ പ്രാണായാമങ്ങൾക്ക് മുൻപും ചെയ്യേണ്ടതാണ്. കാരണം അതിലൂടെ ശരീരത്തിലെ നാഡികൾ ശുദ്ധീകരിക്കപ്പെടുന്നു. പ്രാണായാമം നന്നായി ചെയ്യാനും നമുക്ക് സാധിക്കും. നടുവും കഴുത്തും നേരെ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇടതു കൈ ജ്ഞാനമുദ്രയിൽ പിടിച്ചിരിക്കുക. അത് കാൽമുട്ടിൽ തന്നെ വയ്ക്കുക. വലത് കൈ പ്രാണായാം അല്ലെങ്കിൽ നാസാഗ്ര മുദ്രയിൽ പിടിക്കുക. ഇതിനായി തള്ളവിരൽ മടക്കി വയ്ക്കുക. മുഷ്ടി ചുരുട്ടുക. നിങ്ങളുടെ ചെറുവിരലും മോതിരവിരലും ഉയർത്തിപ്പിടിക്കുക. ഇനി ചൂണ്ടുവിരലും നടുവിരലും തള്ളവിരലിനടിയിൽ വയ്ക്കുക. ഇനി തള്ളവിരൽ കൊണ്ട് വലത് നാസാദ്വാരം അടച്ച് ഇടത് നാസദ്വാരത്തിലൂടെ ശ്വാസമെടുക്കുക. ഇനി ഇടത് നാസദ്വാരം അടച്ച് വലത് നാസദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വലത് നാസദ്വാരത്തിലൂടെ ശ്വാസമെടുക്കുക. ഇനി സാവധാനം ഇടത് നാസദ്വാരത്തിലൂടെ ശ്വാസം പുറത്തു വിടുക. ഇത് നാഡീശോധൻ പ്രാണായാമിന്റെ ഒരു ചക്രമാണ്. ഇതേ രീതിയിൽ ഒരിക്കൽ കൂടി അഭ്യസിക്കുക. നീണ്ട ദീർഘശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്കും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്വാസം പതുക്കെയും ആഴത്തിലും ദീർഘവുമായിരിക്കണം.
കഴുത്തും നട്ടെല്ലും നേരെ വയ്ക്കുക. ശരീരം പൂർണ്ണമായും നിശ്ചലമാണ്. മനസ്സ് പൂർണ്ണമായും ശാന്തം. നാഡീശോധൻ പ്രാണായാം ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ പിരിമുറുക്കത്തിനും വളരെ സഹായകരമാണ്. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം, മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഇത് സഹായകരമാണ്. ഈ അഭ്യാസം ആർക്കും ചെയ്യാവുന്നതാണ്. ഈ അഭ്യാസം വേണമെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയിലോ ചെയ്യാവുന്നതാണ്. ഇത് ശരീരത്തിനും മനസ്സിനും ശാന്തത നൽകുന്നു. നിങ്ങളുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമിനെ ഇത് ഏകോപിപ്പിക്കുന്നു. നിങ്ങളുടെ നാഡികൾ ശുദ്ധീകരിച്ച് അവയിൽ പ്രാണന്റെ പ്രവാഹം ഏകോപിപ്പിക്കുന്നു. ഇനി വലത് നാസദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം തിരിച്ചുവരിക. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന മാറ്റം അനുഭവിച്ചറിയുക. നിങ്ങളുടെ ശ്വാസത്തിലുണ്ടാകുന്ന മാറ്റം അനുഭവിച്ചറിയുക. ഇനി നമ്മൾ ധ്യാനത്തിലേക്ക് പോവുകയാണ്. കണ്ണുകൾ അടച്ചുവയ്ക്കുക. നട്ടെല്ല് നിവർത്തുക. ഇനി കൈകൾ ജ്ഞാനമുദ്രയിൽ തന്നെ പിടിക്കുക. നിങ്ങളുടെ കഴുത്തും തോളുകളും നിശ്ചലമാക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് ബോധവാന്മാരാകുക. നിങ്ങളുടെ ശ്വാസത്തിന്റെ ഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശ്വാസം വേഗത്തിലാണോ അതോ പതുക്കെയാണോ? നിങ്ങളുടെ വിചാരങ്ങൾ, വികാരങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാകുക. നല്ലതോ ചീത്തയോ എന്തുതരം വിചാരങ്ങൾ മനസ്സിലുണ്ടായാലും അതിനെ ഒരു സാക്ഷി എന്ന നിലയിൽ കാണുക. എന്തുതരം വിചാരം മനസ്സിൽ വന്നാലും അത് ശുദ്ധമോ അശുദ്ധമോ ആകട്ടെ, അവയോട് ഒരു പ്രതികരണവും നടത്താതിരിക്കുക.
നിങ്ങളുടെ വിചാരങ്ങളെ അവയോട് ഒരു ബന്ധവുമില്ലാത്തവണ്ണം നോക്കിക്കാണുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സാവധാനം നിങ്ങൾ നിർവിചാരസ്ഥിതിയിലേക്ക് നീങ്ങും. നിങ്ങളുടെ ഭൂമധ്യസ്ഥാനത്ത് പ്രണവത്തിനെ സങ്കൽപ്പിക്കുക. ഓമിന്റെ ചിത്തം സങ്കൽപ്പിക്കുക. ഓമിൽ തന്നെ മനസ്സും ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. ധ്യാനലീനനാവുക. ധ്യാനലീനനാവുക. ധ്യാനം യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് മനസ്സിനെ ശാന്തമാക്കുന്നു. ഇത് നമ്മെ ആത്മാനുഭൂതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി മനസ്സിന്റെ ഉള്ളിൽ ഈ ചിന്ത കൊണ്ടുവരിക: എനിക്ക് എന്റെ മനസ്സിനെ എപ്പോഴും സന്തുലിതമാക്കി വയ്ക്കണം. ഇതിലാണ് എന്റെ ആത്മവിശ്വാസം അടങ്ങിയിരിക്കുന്നത്. ഞാൻ എന്നോടു തന്നെയും എന്റെ കുടുംബത്തോടും എന്റെ ജോലി, സമൂഹം, മുഴുവൻ വിശ്വത്തോടും ശാന്തി, ആനന്ദം, ആരോഗ്യം എന്നിവ പ്രചരിപ്പിക്കാൻ ബാധ്യസ്ഥയാണ്. ഞാൻ മാനവമൂല്യങ്ങൾ പാലിക്കാൻ പ്രതിബദ്ധയാണ്. എന്റെ രാജ്യത്തിന്റെ വികസനത്തിനായി സമർപ്പിതയാണ്. ഒപ്പം ഈ പ്രതികൂല അവസ്ഥയിലും നാം ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. എപ്പോഴും ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. ഇനി ശാന്തി കീർത്തനത്തിനായി നമസ്കാര മുദ്രയിലേക്ക് വരിക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയഃ, സർവേ ഭദ്രാണി പശ്യന്തു, കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. രണ്ട് കൈകളും കണ്ണിനു മുകളിൽ വയ്ക്കുക. പതുക്കെ കൈമാറ്റുക. കണ്ണുകൾ തുറക്കുക. ഇന്നത്തേക്ക് ഇത്രമാത്രം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.